ഇതൊക്കെ തിരുമ്പട്ടെ. ഒക്കെ തിരുമാൻ കൊടുക്കണ്ടേ. നേരത്തിന് തിന്നാൻ പാടില്ല. 3 നേരം 4 നേരം വെട്ടി നിന്നില്ലേ. ഇതൊക്കെ തിരുമ്പിയിട്ട ഐഷാ ഇതെല്ലാം ഇറക്കിയിട്ടിട്ടില്ലേ. പാത്രമുണ്ട് കുറേയൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എനിക്ക് ഈ 3 നേരം വെട്ടി മുഴുങ്ങണ്ടല്ലോ തിന്നാന്. ഒക്കെ അലക്കിയിട്ടിട്ട് കുറച്ച് പാത്രം ഉണ്ട് അടുക്കളയിൽ. അതൊക്കെ കഴുകിക്കൊടു. ഒക്കെ അലക്കിയിട്ടിട്ട് വാ. ഇതെല്ലാം വെക്കണ്ട. കറിക്ക് മീനുണ്ട് ഫ്രിഡ്ജില്. മീനൊക്കെ എടുത്തിട്ട് മുറിച്ചിട്ട് കറിയാക്ക്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. എനിക്ക് പനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് പോയാൽ മതി. ഞാൻ വരും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ. ഏത് നേരം പണി വന്ന് കയറിയതാണ് പണി. ചക്ക നല്ല വിളഞ്ഞിട്ടുണ്ട്. ചക്ക ഇട്ട് ഇടിച്ചക്ക വെച്ചാലോ. ചക്ക മൂത്തതുണ്ട് ഇടിച്ചക്കയുണ്ട്. ഒന്ന് നമുക്ക് വെച്ചാലോ. കുഞ്ഞോളെ ഐഷ ചക്ക ഇടിച്ചക്ക വെട്ടിത്തരാ. ഒന്ന് കൊണ്ടേ കറി വെച്ചാ. സാമ്പാറുണ്ടാക്കി ചോറുണ്ടാക്കി ഇടിച്ചക്ക നല്ലതാ. ചക്കയും വെട്ടണം. ചക്ക കൂട്ടാനായോ? അയ്യോ എന്നുവെച്ചാ കഞ്ഞിയാണ് എടുത്തുകൊണ്ടിട്ടാ. ഞാൻ ആ തിരുമ്പേന്ന് എടുത്ത് വെക്കട്ടെ. അനക്ക് അതിനൊന്നും ആവില്ലല്ലോ. എല്ലാം എടുത്ത് വെക്കാൻ ഉമ്മ ഉണ്ട്. ഉമ്മല്ലേ നിങ്ങളെന്താക്കൂ? നിങ്ങൾക്ക് ജീവിക്കണ്ട. ആരെ ഇതൊക്കെ ചെയ്യാന്? കാറ്റിന് വീണു. ഭയങ്കര കാറ്റടിക്കുന്നു. മാപ്പിളുണ്ട് വരട്ടെ. അവനോട് ഒന്ന് പറയണ്ടി. പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താനി. എന്തായിട്ട് വിചാരം? വീഡിയോ ഇട്ടത് എന്താന്ന് വെച്ചാൽ നമ്മള് വീടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും അമ്മായിമ്മയും മരുമകളായിട്ട് എപ്പോഴും യുദ്ധമാണ്. നമ്മളെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ട്. അതേപോലെ നിങ്ങളാവരുത്. നമുക്ക് നല്ല ഇതിൽ സന്തോഷത്തിൽ നമ്മൾ കഴിയണ നമ്മളെ മക്കളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ നമ്മളെ മക്കളെ അവിടെ പോയാലും നമ്മളെ മക്കൾക്ക് അവിടെ സുഖം കിട്ടൂല. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മളെ മരുമക്കള് നമ്മളെ മക്കളാണ്. നമ്മളെ മക്കളോട് നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെയാണ് അവരും നമ്മളങ്ങോട്ട് തിരിച്ചു കാട്ടുക. അവര് സന്തോഷിക്കുന്നുണ്ടോ അവര് നമ്മളെ സന്തോഷിക്കും. അപ്പോൾ ഇതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ.